ഹായ് മക്കളെ, ഇന്ന് നമ്മൾ CM കിഡ്സ് എക്സാമിൻ്റെ അതായത് LSSൻ്റെ പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. എക്സാമിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മക്കൾക്കറിയാലോ അല്ലേ? പാർട്ട് 1ൽ 50 ചോദ്യങ്ങളായിരിക്കും. ഓരോ വിഷയത്തിൻ്റെയും 10 ചോദ്യങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. 2 മണിക്കൂറാണ് ടൈം. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് 1 മുതൽ 10 വരെയുള്ള GK ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ പക്ഷിക്കൂടുണ്ടാക്കുന്ന പക്ഷി ഏത്? ഓപ്ഷൻ എ ഓസ്ട്രിച്ച്, ബി ബാൾഡ് ഈഗിൾ, സി കഴുകൻ, ഡി പെൻഗിൻ. ആൻസർ ബി ആണ്, ബാൾഡ് ഈഗിൾ. 2025 വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത്? ചോദ്യം ശരിക്കും വായിക്കണം, കൃതിയാണ് ചോദിച്ചിട്ടുള്ളത്, വ്യക്തിനെ അല്ല. ഓപ്ഷൻ എ ഖസാക്കിൻ്റെ ഇതിഹാസം, ബി തപോമയുടെ അച്ഛൻ, സി ആര്യണ്യകം, ഡി ബാല്യകാലസഖി. ആൻസർ ബി ആണ്, തപോമയുടെ അച്ഛൻ. ആരാണ് എഴുതിയിട്ടുള്ളത്? ഇ സന്തോഷ് കുമാർ. 3, സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായ മുയലിൻ്റെ പേരെന്ത്? കുഞ്ഞു, തങ്കു, മിന്നു, ചിങ്കു. ആൻസർ ബി ആണ്, തങ്കു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിജയികളായ ജില്ല ഏത്? പാലക്കാട്, ബി മലപ്പുറം, സി തൃശ്ശൂർ, ഡി തിരുവനന്തപുരം. ആൻസർ ബി ആണ്, മലപ്പുറം. 5, റോമൻ സംഖ്യയിൽ 1000 സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എം. എൽ 50, ഡി 500, സി 100. 6, ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ എന്ന വരികളുടെ കവി ആര്? ഓപ്ഷൻ എ എഴുത്തച്ഛൻ, ബി വള്ളത്തോൾ, സി വൈലോപ്പിള്ളി, ഡി ചെറുശ്ശേരി. ആൻസർ ബി ആണ്, വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോൻ. 7, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത്? സി മംഗളവനം. ആൻസർ സി ആണ്, മംഗളവനം കൊച്ചിയിലാണ്. എറണാകുളം ജില്ലയിലെ പക്ഷി സങ്കേതമാണ് മംഗളവനം തട്ടേക്കാട്. തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും ഏറ്റവും വലിയ പക്ഷി സങ്കേതവുമാണ്. കടലുണ്ടി പക്ഷി സങ്കേതം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. പക്ഷികളെക്കുറിച്ചുള്ളൊരു വിശദ വിവരങ്ങൾ അടങ്ങിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകാം കേട്ടോ. 8, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ബി ഇടശ്ശേരി. 9, 2025 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ച ടീം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിയ്യപുരം ചുണ്ടൻ. 2025 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. 10, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ സി KG ശങ്കരപ്പിള്ള. മലയാളം ക്വസ്റ്റ്യൻസ്. 11, പോവുക പേമാരിയും ഇടിയും കൂസിടാതെ കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കുകയാമോണം. ഈ വരികൾ ആരുടേതാണ്? ആൻസർ വൈലോപ്പിള്ളി. 12, താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അവധി. 13, ചാലെ പ്ലസ് തടുത്തു ചേർത്തെഴുതുക. ഓപ്ഷൻ ബി ആണ്, ചാലെത്തടുത്തു. 14, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കാരുണ്യം, വനം, ആരണ്യം, കാട്. ആൻസർ എ ആണ്, കാരുണ്യം. മറ്റതൊക്കെ കാടിൻ്റെ സമാന പദങ്ങളാണ്. 15, നക്ഷത്രം എന്ന വാക്കിന് പകരം വരുന്ന പദം ഏത്? ആൻസർ ബി ആണ്, ഉഡു. 16, കാണേ കാണേ രണ്ടായി മുറിച്ചത് എന്നീ കവിതാ സമാഹാരങ്ങൾ ആരുടേതാണ്? ആൻസർ ബി PP രാമചന്ദ്രൻ. 17, കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ഒന്ന് വായിക്കുക. എ കൈകൊണ്ട് തൊടേണ്ട, അടുത്ത് വരേണ്ട. ബി കൈകൊണ്ടും മെയ്കൊണ്ടും തൊടുക. സി കയ്യും എത്തിക്കാൻ വരും. ഡി അകലം പാലിക്കുക. ആൻസർ എയും ഡിയുമാണ് ശരി. കൈകൊണ്ട് തൊടേണ്ട, അടുത്ത് വരേണ്ട, ഡി അകലം പാലിക്കുക. 18, കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി, അമ്മയുടെ കണ്ടത്തിൽ ഗംഭീരം തന്നെ എന്ന വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നം ഏത്? ഓപ്ഷൻ ബി ആണ്, ആശ്ചര്യചിഹ്നം. 19, ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്ന കൃതി ഏത്? ഓപ്ഷൻ സി ജീവചരിത്രം.
ജീവചരിത്ര കുറിപ്പാണ് ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്ന കൃതി. 20 ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നെ. ഈ വരികൾ ആരുടേതാണ്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ വില്ലേജേഴ്സ് ടൈഡ് ദ റിബൺസ് ഡാഷ് ദംസെൽവ്സ്. ആൻസർ സി ആണ്, അറൗണ്ട്. റീഅറേഞ്ച് ദ വേർഡ്സ് ടു ഫോം എ മീനിങ്ഫുൾ സെൻറ്റൻസ്. പുച്ചുക്കു ഹൈഡിങ് വാസ് കോർണർ ഇൻ എ. എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ എ, പുച്ചുക്കു വാസ് ഹൈഡിങ് ഇൻ എ കോർണർ. 23 റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഡിസപ്പിയർ. ആൻസർ അപ്പിയർ. മേക്ക് എ മീനിങ്ഫുൾ വേർഡ്സ് യൂസിങ് ലെറ്റർ ഗിവൺ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദ ചിൽഡ്രൻ വേർ. ഇനിതാ ഡിസോർഡറായിട്ടാണ് നൽകിയിട്ടുള്ളത്. FSDONCUE ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ആൻസർ ബി ആണ്, കൺഫ്യൂസ്ഡ്. 25 റീഅറേഞ്ച് ലെറ്റേഴ്സ് ടു ഫ്രം എ മീനിങ്ഫുൾ വേർഡ്സ് LDOSUICIE. ഇതും അതുപോലെ മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു വേർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഏതാണ്? ആൻസർ ഡെലീഷ്യസ്. 26 ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ബിക്കോസ് ആണല്ലേ. ഏതാണ് ആൻസർ? ആൻസർ ബി ആണ്, ബിക്കോസ്. BECAUSE, ബിക്കോസ്. 27 എലോങ് വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. ഹൂ സെറ്റ് ദിസ് കോട്ട്? ഒറ്റക്കാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ, ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതാര് പറഞ്ഞതാണ്? യൂണിറ്റ് 2 ഫസ്റ്റ് പേജിലുണ്ട്. ആരാണ് പറഞ്ഞത്? ഹെലൻ കെല്ലർ. 28 ഫിൽ ഇൻ ദ ബ്ലാക്സ് വിത്ത് സ്യൂട്ടബിൾ ഇൻ്റർജെക്ഷൻ. ഡാഷ് ഐ ബിറ്റ് മൈ ടങ്. ഞാൻ എൻ്റെ നാവ് കടിച്ചു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇവിടെ ഏത് ഇൻ്റർജെക്ഷൻ, അതായത് ഏത് വ്യവഹാര രൂപമാണ് ഉപയോഗിക്കേണ്ടത്? ഏത് തന്നിട്ടുള്ളത്? വാവ്, അതാണോ? അല്ല. ആൻസർ ബിയും സിയും വരാം കേട്ടോ. രണ്ടിനും അർത്ഥം അയ്യോ എന്നാണ്. അലാസ് അയ്യോ, ഓച്ച് അയ്യോ. ഡി എന്താണ്? യാ. യാ എന്നാൽ അതേ എന്നാണ് അർത്ഥമാക്കുക. ബിയോ സിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. 29 വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇവൻറ്റ്സ്. താഴെ തന്നിട്ടുള്ള സംഭവങ്ങളെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എ ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമാൻ ആൻഡ് താങ്ക്ഡ് ദം. ബി ടു ഫയർമെൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഡി ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. ഫസ്റ്റ് വരുന്നത് സി ആണ്. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. 2 ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. മൂന്നാമത്തത് ബി ആണ്. ടു ഫെയർമാൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. നാലാമത്തത് എ ആണ്. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫെയർമാൻ ആൻഡ് താങ്ക്ഡ് ദം. DDBA ഓപ്ഷൻ ബി ആണ്. ചോദ്യങ്ങൾ മക്കൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അർത്ഥത്തോടെ പാഠഭാഗങ്ങൾ വായിക്കാൻ അറിയണം. വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് എ നേമിംഗ് വേർഡ്. നേമിംഗ് വേർഡ്, പേരുകളില്ലാത്ത വേർഡ് ഇതിലേതാണ്? ദിൽന, ഫോൺ, ഷൂക്ക്, ഹൗസ്. ആൻസർ സി ആണ്, ഷൂക്ക്. 21 മുതൽ 40 വരെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത്? ചതുരത്തിന് 4 മൂലകളുണ്ട്, എല്ലാ വശങ്ങളും തുല്യമാണ്. ചതുരത്തിന് 4 വശങ്ങളുണ്ട്, എതിർവശങ്ങൾ തുല്യമാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. പ്രത്യേകത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്, എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ വശങ്ങളും തുല്യമായത് സമചതുരാണ് അല്ലേ. 32 താഴെ തന്നിരിക്കുന്ന അളവുകളിൽ ചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏത്? ചതുരത്തിൻ്റെ പ്രത്യേകത എതിർവശങ്ങളുടെ അളവുകൾ തുല്യമായിരിക്കും. ഇവിടെ സി, എതിർവശങ്ങളുടെ അളവുകൾ തുല്യമല്ല. ആൻസർ സി ആണ്. 23 വശങ്ങളില്ലാത്ത ജാമിതീയ രൂപം ഏത്? ആൻസർ ഡി ആണ്, വൃത്തം. 24 മീനു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുര കാർഡിൻ്റെ 4 വശങ്ങളിലും നൂലൊട്ടിച്ചു. മീനു ഉപയോഗിച്ച നൂലിൻ്റെ നീളം എത്ര? കണ്ടെത്തും. സമചതുരത്തിന് 4 വശങ്ങൾ തുല്യമായിരിക്കും. 4 പ്രാവശ്യം 8നെ കൂട്ടുക, അല്ലെങ്കിൽ 4 ഗുണിക്കണം 8 സമം 32. നമുക്ക് സമചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടാൽ മതി അല്ലേ. ആൻസർ സി ആണ്, 32. നെക്സ്റ്റ്, ഞാനൊരു 3 അക്ക സംഖ്യയാണ്. എന്നെ 3 തവണ കൂട്ടിയാൽ ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാകും.
എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. ഇവിടെ ആൻസർ 333 333 3 തവണ കൂട്ടിയാൽ 999 കിട്ടും. അതാണല്ലോ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. 36 64 എന്ന സംഖ്യ റോമൻ അക്കങ്ങളിൽ എഴുതുന്നത് ഏത്? L 50 ആണ്. 50ലേക്ക് 10 കൂട്ടിയാൽ 60 കിട്ടും. ആൻസർ ബി ആണ്. 37 ഒരു മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാൻ വേണ്ട സമയം എത്ര? ആൻസർ 12 മണിക്കൂർ. ആൻസർ ബി ആണ്. 38 നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ 4:30 വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ബസ് വൈകിട്ട് 7:30 സ്കൂളിൽ തിരിച്ചെത്തി. യാത്രക്കെടുത്ത സമയം എത്ര മണിക്കൂർ? രാവിലെ 4:30 പുറപ്പെട്ടിട്ടുള്ളത്. 4:30 മുതൽ ഉച്ചക്ക് 12 മണി വരെ എത്ര മണിക്കൂർ? ഉച്ചവരെ യാത്രക്കെടുത്തിട്ടുള്ള ടൈം 7:30. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 7:30 സ്കൂളിൽ തിരിച്ചെത്തിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. ആൻസർ 14:60. 60 എന്നാൽ 1 മണിക്കൂറാണ്. അപ്പോൾ 15 മണിക്കൂർ. ഓപ്ഷൻ ഡി ആണ് 15 മണിക്കൂർ. 39 1 മണിക്കൂർ മുമ്പ് സമയം 10:15 ആയിരുന്നാൽ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയായിരിക്കും? 1 മണിക്കൂർ മുമ്പുള്ള സമയമാണ് 10:15. അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്ര? 11:15. 11:15 പ്ലസ് 2.5 13:45. യഥാർത്ഥ ക്ലോക്കാക്കിയാൽ 1:45. 40 8-ാം തീയതി ബുധനാഴ്ചയായാൽ 16-ാം തീയതി ഏത് ദിവസമായിരിക്കും? 8 + 7 15. 15-ാം തീയതി ബുധനാഴ്ചയായിരിക്കും. 16-ാം തീയതി വ്യാഴം. ആൻസർ സി ആണ് വ്യാഴം. ഓക്കെ, മക്കൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? നമുക്ക് EVS നോക്കാം. 41 തന്നിരിക്കുന്നവയിൽ മത്സ്യത്തിൻ്റെ അനുകൂലനമല്ലാത്തത് ഏത്? ആൻസർ ഡി ആണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്. 42 മരുഭൂമിയിലെ സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ആൻസർ സി ആണ് സെറോഫൈറ്റുകൾ, അതായത് മരുരൂഹങ്ങൾ. 43 താഴെ പറയുന്ന അനുകൂലനങ്ങൾ ഏതു ജീവിയുടേതാണ്? രാത്രികാലങ്ങളിൽ ഇര തേടുന്നു, കവിള് ഭാഗത്ത് സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിക്കുന്നു, ജലനഷ്ടം വളരെ കുറവാണ്, ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കുന്നു. ആൻസർ ബി ആണ് ഗംഗാരു എലി. ഓരോ ജീവിയുടെയും അനുകൂലനങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 44 ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നതിന് കാരണം എന്തെല്ലാം? ഭക്ഷണത്തിനായി, ബി പ്രജനനത്തിനായി, സി കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം, ഡി എല്ലാം. എല്ലാം ശരിയാണ് അല്ലേ? അപ്പോൾ ആൻസർ ഡി ആണ്. പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സി കാലിയോളജി. 46 പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാത്ത മനുഷ്യൻ്റെ ഇടപെടൽ ഏത്? ആൻസർ ബി ആണ് കീടനാശിനികളുടെ അമിതോപയോഗം. മണ്ണിടിക്കൽ, മണൽവാരൽ, വനനശീകരണം ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ഇടപെടലാണ്. 47 ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ആൻസർ ബി പിംഗലി വെങ്കയ്യ. മക്കളെ EVSൻ്റെ ഓരോ യൂണിറ്റും വിശദമായിട്ട് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. മക്കളതെല്ലാം പോയി കാണണം കേട്ടോ. 48 അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടം കണ്ടെത്തുക. ആൻസർ ഡി ആണ് ഗുജറാത്ത്, ഗോവ, കർണാടക. 49 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. 2 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. ഇന്ത്യയുടെ വാനമ്പാടിയാണ് അരുണ ആസഫ് അലി. 4 ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. സി ആണ്. 1ഉം 4ഉം ശരിയാണ്. ഇവിടെ 2 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. K കേളപ്പൻ കേരള ഗാന്ധിയാണ്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസഫ് അലി. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.